Good morning, students. Welcome everybody to our new subject, Accounting for Management. അപ്പോൾ ഇന്നലെ നമ്മൾ ലൈവ് ക്ലാസ് വെച്ചിട്ട് നമ്മളെ സബ്ജക്റ്റിനെ ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സബ്ജക്റ്റും അതിൻ്റെ സിലബസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ സബ്ജക്റ്റിൻ്റെ പേര് ഒന്നുകൂടി അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നെയിം ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഈ ചാപ്റ്ററിൽ കാര്യമായിട്ട് വരുന്നത്. അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ മീനിങ്, ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഒബ്ജക്റ്റീവ്സ്, സ്കോപ്പ്, ഫങ്ഷൻ, റീസെൻറ്റ് ട്രെൻഡ്സ്, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആദ്യം എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ് എന്നുള്ളത് ഞാൻ നിങ്ങളോട് ലൈവ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം ദർ ആർ 3 ബ്രാഞ്ചസ് ഓഫ് അക്കൗണ്ടിങ്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇതിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നിങ്ങൾ +1 +2 ക്ലാസ്സുകൾ തൊട്ട് പഠിക്കുന്നു. ഡിഗ്രിയിൽ വന്നപ്പോഴും പഠിച്ചു, സെക്കൻഡ് സെമസ്റ്ററിലും ഫസ്റ്റ് സെമസ്റ്ററായിട്ട് ഇങ്ങനെ പഠിച്ചു അല്ലേ. പിന്നെ ഉള്ളത് കോസ്റ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് നിങ്ങൾ ഫോർത്ത് സെമ്മിൽ ഒരു പേപ്പറായിട്ട് പഠിച്ചു അല്ലേ. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലേ. സിംപ്ലി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അക്കൗണ്ടിങ് പാർട്ട് വിച്ച് ഫെസിലിറ്റേറ്റ് ഓർ വിച്ച് ട്രൈ ടു അസസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ഫേം അല്ലേ. ഫിനാൻഷ്യൽ പൊസിഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് ആണ് ഇത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്താണ്? കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസും അല്ലേ. കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ, മിനിമൈസിങ് കോസ്റ്റ്, മാക്സിമൈസിങ് പ്രോഫിറ്റ് എന്നുള്ളൊരു പ്രിൻസിപ്പിളിൽ വന്നിട്ട് കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെ ഫിനാൻഷ്യൽ ആസ്പെക്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുന്നൊരു പ്രോസസ്സാണ് ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനും കോസ്റ്റ് അക്കൗണ്ടിങ്ങിനുള്ള ഒരുപാട് ഡിഫക്ട്സ് ഓർ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസ് ഒക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് ആരംഭിച്ച ഒരു ന്യൂ അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ വേറൊരു പേരാണ് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. നമ്മുടെ സബ്ജക്റ്റിൻ്റെ പേര് അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻ്റ് ആണ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, അക്കൗണ്ടിങ് ഫോർ മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ്, അതായത് അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു, മാനേജ്മെൻറ്റിന് ആവശ്യമുള്ള രീതിയിലേക്ക് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റുകളെ എങ്ങനെ മാറ്റാം, അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്നുള്ള സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നോക്കാം. ദ ടേം മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കമ്പോസ്ഡ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഫോർ ഡിസ്ചാർജിങ് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ്, എസ്പെഷ്യലി പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് 2 ടേമുകളാണ്, മാനേജ്മെൻറ്റും അക്കൗണ്ടിങ്ങും അല്ലേ. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുക ഫോർ ഡിസ്ചാർജിങ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ. മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി എങ്ങനെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് യൂസ് ചെയ്യാം. ഫോർ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷനാണെന്ത്? പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഈ പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് പർപ്പസിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെ ഉപയോഗിക്കാം എന്ന് പറയുന്ന സബ്ജക്റ്റാണ് ഏത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇപ്പോൾ 2-3 ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ്, according to the Institute of Chartered Accountants of England and Wales, any form of accounting which enables a business to be conducted more efficiently can be regarded as management accounting. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്? എനി ഫോം ഓഫ് അക്കൗണ്ടിങ്, ഏത് ഫോം ആയാലും കുഴപ്പമില്ല, വിച്ച് എനേബിൾസ് എ ബിസിനസ് to be conducted more efficiently can be regarded as management accounting. ഒരു ബിസിനസ് എഫിഷ്യൻ്റായിട്ട് കണ്ടക്ട് ചെയ്യാൻ മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ച്, അതാണെന്ത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രോസസ്സിനെ എഫിഷ്യൻ്റായിട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണേത്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് ഡെഫിനിഷൻ, Anglo-American Council on Productivity. Management accounting is the presentation of accounting information in such a way as to assist management in the creation of policies and day-to-day operation of an undertaking. Management accounting is the presentation of accounting information in such a way as to assist
മാനേജ്മെൻറ്റ് ഇൻ ദി ക്രിയേഷൻ ഓഫ് പോളിസീസ് ആൻഡ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഓഫ് ആൻ അണ്ടർടേക്കിംഗ്. അപ്പോൾ മാനേജ്മെൻറ്റ് അവരുടെ ഡേ ടു ഡേ ഓപ്പറേഷൻസും പോളിസീസും ഒക്കെ മേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ആ പോളിസീസ് ഉണ്ടാക്കാൻ അവരെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണെന്ത്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിനെ മാറ്റി കൊടുക്കുന്ന അക്കൗണ്ടിങ്, അതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ നെക്സ്റ്റ് സിമ്പിൾ ഡെഫിനിഷനാണ് അക്കോർഡിംഗ് ടു റോബർട്ട് എൻ അന്തോണി. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു ദി മാനേജ്മെൻറ്റ്. ഇതെല്ലാവരും പഠിക്കും അല്ലേ. റോബർട്ട് എൻ അന്തോണിയുടെ ഡെഫിനിഷൻ എന്താണ്? മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ഡീൽ ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അപ്പോൾ 3 ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് കിട്ടും അല്ലേ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് ജസ്റ്റ് ഈ ഡെഫിനിഷൻ വെച്ചിട്ട് പറഞ്ഞു നോക്കാം. അതിന് ശേഷം നമുക്ക് പോയിന്റ് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അപ്പോൾ നോക്കാം. മാനേജ്മെൻറ്റ് ഏതാണ്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബ്രാഞ്ചാണ്. പിന്നെ എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രസൻറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിന് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു ദി പ്രിപ്പറേഷൻ ഓഫ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. പ്ലാൻസും പോളിസീസും പ്രിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ് ഹെൽപ്സ് ടു ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലേ. അതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ് അല്ലേ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്നുള്ളത്. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് മാനേജ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഡിസിഷൻ മേക്കിംഗ്. ഇറ്റ് ഫെസിലിറ്റേറ്റ് എഫിഷ്യൻറ്റ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ബിസിനസ് ഫീൽഡ്. സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഐറ്റംസ്, അതിൽ വരുന്ന ഫിഗേഴ്സിലുള്ള വ്യത്യാസമൊക്കെ നോക്കി അതിൻ്റെ കോസും എഫക്റ്റും ഒക്കെ പഠിക്കുന്ന, അതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് അനലൈസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്. ദെൻ യൂസസ് എ സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കോഴ്സസ്. യൂസസ് എ സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കോഴ്സസ്. പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഡീൽസ് വിത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻസും കൂടെ അഡീഷണൽ ആയിട്ട് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നു. അതായത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മാത്രമേ കൊടുക്കുന്നില്ലേ. ഫിഗേഴ്സിൽ പ്രോഫിറ്റ് ഇത്ര, അസറ്റ് ഇത്ര, ലാബിലിറ്റി ഇത്ര, കറക്റ്റുള്ള എമൗണ്ടാണ് കൊടുക്കുന്നില്ലേ. ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ മാത്രമാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ദെൻ മൾട്ടി ഡിസിപ്ലിനറി ആണ്. ഒരുപാട് ഡിസിപ്ലിൻസ്, അതായത് ഒരുപാട് സബ്ജക്റ്റ് കവർ ചെയ്യുന്നുണ്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇൻഫർമേഷനും തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഒരുപാട് ടെക്നിക്സ് കവർ ചെയ്യുന്നുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ഉണ്ട്, അതുപോലെ തന്നെ എക്കണോമിക്കൽ ടെക്നിക്സ്, എക്കണോമിക്സിലുള്ളതായിട്ട് റിലേറ്റഡ് ആണ്, അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആണ്, അതുപോലെ തന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് ആയിട്ട്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, ഒരുപാട് സബ്ജക്റ്റുമായിട്ട് ഇൻ്റർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. സോ ഇറ്റ് ഈസ് മൾട്ടി ഡിസിപ്ലിനറി. ദെൻ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ, അതായത് നമ്മളതിൻ്റെ ഇൻഫോർമേഷൻ വെച്ചിട്ടാണ് ഫ്യൂച്ചർ ഡിസിഷൻ എടുക്കൽ. ഫ്യൂച്ചർ ഡിസിഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ ആണ് ഇത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ്മോർട്ടം അനാലിസിസ് ആണ്, കഴിഞ്ഞ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്തിനു വേണ്ടിയിട്ടാണ്? ഭാവിയിലുള്ള ഡിസിഷൻ എടുക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ടിങ് സിസ്റ്റമാണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, അതോ അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ. ദെൻ അസിസ്റ്റ് മാനേജ്മെൻറ്റിനെ ഡിസിഷൻ മേക്കിങ്ങിൽ അസിസ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് ബ്രാഞ്ചാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ദെൻ ഇൻക്രീസ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യുന്ന അക്കൗണ്ട്സ് ആണ് ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഇത്രയാണ് ഫീച്ചേഴ്സ്. പ്രൊവൈഡ്സ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഡിസിഷൻ മേക്കിംഗ്, സ്റ്റഡീസ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, യൂസസ് സ്പെഷ്യൽ ടെക്നിക്സ് ആൻഡ് കോഴ്സസ്, ഡീൽസ് വിത്ത് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ഇൻഫർമേഷൻ, മൾട്ടി ഡിസിപ്ലിനറി, അക്കൗണ്ടിങ് ഫോർ ഫ്യൂച്ചർ, അസിസ്റ്റ് മാനേജ്മെൻറ്റ്, ഇൻക്രീസസ് എഫിഷ്യൻസി. ഇത്രയാണ് നമ്മുടെ ഫീച്ചേഴ്സ്. നമുക്ക് ഒരുപാട് ഒന്നിച്ചെടുക്കുന്നില്ല. നമ്മളിന്ന് പറഞ്ഞത് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ചാപ്റ്റർ. അതിൽ എന്താണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒരു 3 ഡെഫിനിഷൻസ് പറഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ, ഏറ്റവും സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ അതെന്തായാലും പഠിച്ചു നോക്കണം കേട്ടോ. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻ്റ് ആണ്. ദെൻ അതിൻ്റെ
ഫീച്ചേഴ്സ് പറഞ്ഞു. ദെൻ ഒബ്ജക്റ്റീവ്സ് ആണ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. അപ്പോൾ അന്നത്ര മതി അല്ലേ. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കാണുക. ഓക്കെ, താങ്ക് യു.